ആയിരങ്ങളെ ഭക്തിയിൽ ആറാടിച്ച് തിരുവല്ല കാവുംഭാഗം ആനന്ദേശ്വരം വൈദ്യനാഥ ക്ഷേത്രത്തിൽ അമൃതസന്ധ്യ നടന്നു. ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമൃത സർവകലാശാല അധ്യക്ഷനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവല്ല പൗരാവലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഭക്തി നിർഭരമായ സ്വീകരണമാണ് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയത്. മധ്യ തിരുവിതാംകൂറിലെ ചിരപുരാതനമായ തിരുവല്ല കാവുംഭാഗം ആനന്ദേശ്വരം വൈദ്യനാഥ ക്ഷേത്രമുറ്റം ഭക്തിസാന്ദ്രമായി. താലപ്പൊലിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ആവേശോജ്വലമായ സ്വീകരണമാണ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് തിരുവല്ല പൗരാവലി നൽകിയത്. ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി വാദ്യഘോഷങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പൂർണ്ണകുംഭം നൽകി ആചാരപ്രകാരമാണ് സ്വാമിയെ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വീകരിച്ചത്. അനുഗ്രഹ പ്രഭാഷണം ശ്രവിക്കാൻ വലിയ ജനസാഗരമാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പലതരത്തിലുള്ള ആശങ്കകളും ഭീതിയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രപഞ്ച നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണമെന്ന് പൂജനീയ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. പലതരത്തിലുള്ള ആശങ്കകളും ഭീതിയും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും മതിപ്പില്ല, ആരോടും ബഹുമാനമില്ല, ആരെയും ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ല. സ്നേഹം, വിശ്വാസം ഒക്കെ വെറും വാക്കിലും ബാഹ്യമായ പ്രകടനങ്ങളിലും ഒതുങ്ങുന്നു. കുടുംബബന്ധങ്ങൾക്ക് വിലയില്ല. യുവതലമുറയാകട്ടെ അവരെങ്ങോട്ട് പോകുന്നു എന്നൊരു നിശ്ചയവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകതകൾ. ഭക്തജനങ്ങളെ ഭക്തിയുടെ പരകോടിയിലെത്തിച്ച അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നയിച്ച ഭക്തിഗാനാമൃതവും നടന്നു. ദേശനാഥനായ ആനന്ദേശ്വരത്തപ്പന്റെ സന്നിധിയിൽ നടന്നുവരുന്ന ക്ഷേത്ര പുനരുദ്ധാരണ മഹായജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണശിലയിൽ ഉപദേവാലയങ്ങൾ പൂർത്തീകരിച്ചത്. സിദ്ധിവിനായകൻ, വൈദ്യശാസ്താവ്, രക്തേശ്വരി എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 10 ദിവസം വിശേഷാൽ ഹോമങ്ങൾ, പൂജകൾ, നാരായണീയ പാരായണ യജ്ഞം, ലളിതാ സഹസ്രനാമയജ്ഞം, നാമസങ്കീർത്തനങ്ങൾ, കലാപരിപാടികൾ എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.